ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈമുനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അമ്പലവയലിൽ, വയനാട് ജില്ലയിലെ അമ്പലവയലിൽ നടക്കുന്ന ഒരു ഫ്ലവർ ഷോ ആണിത്. ഇത് 10ാമത് ഫ്ലവർ ഷോ ആണ്. എല്ലാ വർഷവും ഇതുപോലെ ഫ്ലവർ ഷോ ഇവിടെ നടക്കാറുണ്ട്. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിലാണ് കേട്ടോ ഈ ഷോ ഇവിടെ നടക്കുന്നത്. നമ്മുടെ എൻട്രി ആണ് കേട്ടോ കണ്ടത്. അത് രണ്ട് സൈഡും ഇങ്ങനെ അതുപോലെ പൂക്കൾ കൊണ്ട് മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പൂക്കൾ തന്നെയാണ് കേട്ടോ. പലതരത്തിലുള്ള പൂക്കൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മനോഹരമായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സും കണ്ണും കുളിർക്ക കാണാനുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടോ, ഇതിപ്പോൾ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈസ് ഇങ്ങനെ കൂട്ടായിട്ട് വന്നിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട്, പക്ഷേ നമുക്കിത് അങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കാനുള്ളൊരു ടൈമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പോയത് കുറച്ച് വൈകിട്ടായിരുന്നു, ഒരു 8 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ കണ്ടു പോവാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമുക്ക് ആസ്വദിച്ച് കാണാൻ കുറച്ച് നേരത്തെ ഇറങ്ങണം. എന്നിട്ട് നമ്മൾ സാവധാനം എല്ലാം ഒന്ന് അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ കേട്ടോ. ഇതൊരു ഭംഗി അത് കാണാനെന്നറിയും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അങ്ങനെ എല്ലാ ഭാഗമൊന്നും വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ കൂടുതൽ സമയമില്ലല്ലോ. 10 മണി വരെയാണ് ഷോ. 10 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ വെക്കേഷനൊക്കെ ആയിട്ട് നാട്ടിലായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഒരു 7 മണി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഷോയുടെ എല്ലാ ഭാഗത്തൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുട്ടികളുടെ പാർക്കുണ്ട്, മെഡിക്കൽ എക്സിബിഷൻ ഉണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്, പിന്നെ പല വിൽപ്പനയ്ക്ക് വെച്ച സ്റ്റാളുകളുണ്ട്, പിന്നെ റൈഡിങ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്ലവേഴ്സ് തന്നെ എല്ലാം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ഭാഗം ഇങ്ങനെ വീഡിയോ എടുത്ത് മറുവശം പോലും നമ്മളൊന്നും ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ. ഈ പൂക്കളൊക്കെ കണ്ടോ, ഇത് നല്ല വലിയ പൂക്കളാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണ് കാണാനെന്നറിയും. നമ്മളിത് നേരിട്ട് കാണുമ്പോൾ ഇതുപോലെ നല്ല കേട്ടോ. ഇത്രക്കും വലിയ പൂക്കളാണ്. എന്ത് ഭംഗിയാണ് കാണാൻ. പല കളേഴ്സിലില്ലേ. അവിടെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് 70 രൂപയാണ് കേട്ടോ. കുട്ടികൾക്ക് 35 രൂപയാണ്. പിന്നെ രണ്ട് വശത്തായിട്ട് 2 നാച്ചുറൽ പൂളുകളുണ്ട് കേട്ടോ. ആ പൂളുകളിൽ ഫ്ലോട്ടിംഗ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഈ ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ. പലതരത്തിലുള്ള ഫ്ലവേഴ്സ് അതിമനോഹരമായി സെറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കാണുന്നത് പോലെ പൂപ്പൊലി 2026 എന്ന പേരിലാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ അവിടെ കണ്ടില്ലേ ഒരു ക്ലോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂക്കളൊക്കെ ഇടയിൽ ഒരു റൺ ചെയ്യുന്ന ക്ലോക്കാണ് കേട്ടോ. അത് റൺ ചെയ്യുന്നുണ്ട്. ഫുള്ള് പൂക്കൾ തന്നെയാണ് കേട്ടോ. അട്രാക്റ്റീവാണ്. പിന്നെ ഈ പൂളുകൾക്ക് ചുറ്റും മനോഹരമായിട്ട് ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലവേഴ്സിനൊക്കെ യോജിച്ച രീതിയിലുള്ള നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഭാഗമൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണും മനസ്സും കുളിർക്ക കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്നവർ നേരത്തെ പോകണം കേട്ടോ. എന്നാലേ നമുക്കിത് മുഴുവനായിട്ട് കണ്ട് അതൊന്ന് ആസ്വദിച്ച് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം ഇങ്ങനെ കണ്ട് നമ്മളിപ്പോൾ റൈഡിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൈഡിങ്ങിലൊന്നും കയറിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടേക്കൊന്ന് കുറച്ച് നേരം നിന്ന് പിന്നെ അന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഓരോ ദിവസം ഓരോരുത്തർ നയിക്കുന്ന ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എൻട്രി ഫീ എന്ന് പറഞ്ഞത് 70 രൂപയാണ് കേട്ടോ. നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണുന്നത് വരെ ബായ്.